ഗൈസ് ഏതോ വണ്ടിയിൽ നിന്ന് ഫയർ ഔട്ട് ഓഫ് സ്റ്റോക്കാ. പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർക്ക് ചെയ്യാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെ 7 to 3 നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഗൈസ് അപ്പോൾ കുറച്ച് എണ്ണ അടിച്ചിട്ട് ഇപ്പോൾ പെട്രോൾ പമ്പ് എത്തി കേട്ടോ. പേറുക്കടയിലെ പെട്രോൾ പമ്പാണ്. ഗൈസ് അപ്പോൾ 150 രൂപയ്ക്ക് 140 കിട്ടി കേട്ടോ. ലെഫ്റ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണോ, ഒരു വണ്ടി കൊണ്ട് നിർത്തി വെച്ചു. ഇവന്മാർ കാണിക്കണം. ഇത്രയും സ്ഥലം കിടക്കണം കേട്ടോ. ഇത്രയും സ്ഥലം കിടക്കുമ്പോൾ അവിടെ കൊണ്ട് നിർത്താൻ പറ്റുമോ? ഇത് കഷ്ടോടെ. നമുക്ക് 950 മീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം കേട്ടോ. ഗൈസ് ഇന്നും ബ്ലോക്ക് ഉണ്ട് കേട്ടോ റോഡ്. VIP വരണമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ആർക്കും പോകണ്ട, എല്ലാവരും പിടിച്ചു നിർത്തുക. 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇവിടെ ഓരോരുത്തരാണെങ്കിൽ സിഗ്നലാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നേരെ വെള്ളാമ്പലത്തോട്ട് പോകുമ്പോൾ അവിടെ ബ്ലോക്ക്, അവിടെ ഒരു 2 മിനിറ്റ്. നമുക്കൊന്നും സമയത്ത് ഒരിടത്ത് എത്തണ്ട, VIP മാത്രം എത്തിയാൽ മതി. ഏകദേശം ലൊക്കേഷൻ നമുക്ക് അറിയാമെന്നുള്ള ലൊക്കേഷൻ തന്നെ കേട്ടോ. നമ്മൾ ഡെയിലി കൊടുക്കണതാണ് ഓർഡർ. ഇവിടെ സ്റ്റെപ്പ് കയറി പോകണം. സ്റ്റെപ്പ് കയറി മുകളിൽ പോകുമ്പോൾ അവിടെയാണ് കേട്ടോ. ശരി, ഓക്കെ. ഏകദേശം ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 32.83 പൈസയാണ് കിട്ടിയത്. അടുത്ത ഓർഡർ അടിച്ചില്ല, വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഉറങ്ങോടത്തോട്ട് പോവാം. ഏകദേശം അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അടുത്ത ഓർഡർ എന്ന് പറയുന്നത് ഹോട്ടൽ അരുണാണ് കേട്ടോ. ഇവിടുന്ന് 3.1 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഷോർട്ട് കട്ട് പിടിക്കാം. ഇതിൽ കയറിപ്പോ, മറ്റേ RBI ക്വാർട്ടേഴ്സിൻ്റെ അതിൽ കയറിപ്പോ പെട്ടെന്ന് എത്തും. ഇതാണ് റിസർവ് ബാങ്കിൻ്റെ ക്വാർട്ടേഴ്സ് കേട്ടോ. ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സാണ്. ഇവിടുന്ന് 2.7 കിലോമീറ്റർ ഉണ്ട്. ഗൈസ് അപ്പോൾ ഓർഡർ അടിച്ചെന്ന് പറയുന്നത് ഡബിൾ ഓർഡറാണ് കേട്ടോ. ഒരു ഹോട്ടലിൽ തന്നെ ഡബിൾ ആണെന്ന് തോന്നുന്നു. ഡബിൾ ഓർഡർ അതിൽ കാണിച്ച് ഒരു ഹോട്ടലിൽ നിന്നായിരിക്കും, ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരു ലോങ് ഓർഡർ അടിച്ച് സൊമാറ്റോയിൽ 2 ഓർഡർ തന്നെ 144 രൂപ കൊണ്ട് കിട്ടി. ഒരെണ്ണം പട്ടത്ത് കൊടുക്കാനും ഒരെണ്ണം ഇവിടെ കടക്കൂട്ട ആ ഭാഗത്ത് കൊടുക്കാൻ. കടക്കൂട്ടൻ തമ്പുരാൻ നടയെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് അറിഞ്ഞൂടാ. തമ്പുരാൻ നടന്നാണ് ലൊക്കേഷൻ കൊടുത്തിരുന്നത്. 7.2 കിലോമീറ്ററാണ് ഉണ്ടായിരുന്നു. സിഗ്നലില്ല, കയറി പോവാം. നോക്കി കയറി പോവാം. സ്ട്രേറ്റ് വണ്ടിയിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ലെഫ്റ്റാണ് പോകാനുള്ളത്. പാളയും പള്ളിയും നമ്മളെ സിഗ്നൽ ഇല്ല കേട്ടോ. അവിടെ കയറി പോവാല്ലേ. അടിപൊളി കേട്ടോ. കേട്ടോ, സൂപ്പർ. ഫുഡ് റെഡിയായെന്ന് തോന്നണം കേട്ടോ. റെഡിയായെന്ന് തോന്നണല്ല, നോട്ടിഫിക്കേഷൻ വന്നു ഇതുപോലെ റെഡിയായി കാണും. ഡബിൾ ഓർഡറാണ്. 7534 0328. ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, ആദ്യത്തെ ഓർഡർ
3 പീസ് ഇഡ്ഡലി സെറ്റാണ് കേട്ടോ. രണ്ടാമത്തെ ഓർഡർ ഫസ്റ്റ് പിക്ക് ചെയ്താലും അടുത്ത് പിക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഓർഡർ എന്ന് പറയണത് 3 പൂരി വിത്ത് സബ്ജിയാണ്, പിന്നെ തട്ടുദോശ. ഗായ്സ്, ഒരു പോലീസുകാർ അവിടെ പ്രൈവറ്റ് വണ്ടിക്കകത്തിരുന്ന് ഫൈൻ അടിക്കുന്നു. ഒരു കാർ അവിടെ കിടക്കുന്നു കേട്ടോ, ഒരു പ്രൈവറ്റ് കാറ്. പുള്ളിക്കാരൻ അതിൻ്റെ അകത്തിരുന്ന് ഫോട്ടോ എടുക്കുന്നു. ആരെന്തോ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് നിന്ന് ഫൈൻ അടിക്കുന്നു. അപ്പോൾ നമുക്ക് സിഗ്നലുണ്ട്. ഇനി 1.5 കിലോമീറ്ററിലോട്ടാണ്. SUT ഹോസ്പിറ്റലാണ് കൊടുക്കാനുള്ളത്. വട്ടം കൊള്ളാം. ഓക്കെ, ഫൈനലി അവൻ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഓട്ടാ ഏകദേശം ബ്രാക്ക് ഷൂ മാറാറായി കേട്ടോ. എൻ്റെ വലിപ്പമൊക്കെ തീരാറായി. മാറാം, തൽക്കാലത്തേക്ക് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. എന്നാലും ഏകദേശം കുറച്ചുകൂടെ ഓടും. ഞാൻ സാധാരണ വരുമ്പോൾ ഇവിടെയാണ് വയ്ക്കുന്നത് കേട്ടോ. ഇവിടെ വച്ചിട്ട് വിളിച്ചു പോകും. സാധാരണ അങ്ങനെയാണ് പതിവ്. ശരി, ഓക്കെ. ഇപ്പോൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എമൗണ്ട് ഇപ്പോൾ കാണാൻ പറ്റില്ല കേട്ടോ. രണ്ടാമത്തെ ഓർഡർ കൂടെ കൊടുത്താലേ അടുത്ത് എമൗണ്ട് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഓർഡർ കൊടുക്കാനുള്ളത് അവിട്ടം റോഡിൽ നിന്ന് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇത്രയൊക്കെ പേരാണ്. കുമാരപുരമാണ്. ഫ്ലാറ്റ് ആണോ എന്ന് ഡൗട്ടുണ്ട് കേട്ടോ. ഹേതർ മാങ്കൂനം അങ്ങനെ എന്തോന്ന് കൊടുത്തേക്കണം. ഞാൻ വായിച്ച ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല. ഇന്ന് 2.1 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം. കുമാരപുരം ലൊക്കേഷൻ കൊടുത്തേക്കണം കേട്ടോ. വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകണമെന്നൊക്കെയാണ് കാണിക്കുന്നത്. ഗൈസ്, നമ്മൾ കലാകൗമുദി റോഡ് വഴിയാണ് പോകാനുള്ളത്. ബോയിക്കൽ പള്ളിയ ദേവക്ഷേത്രം. ഇവിടുന്ന് ഏകദേശം ഇനി 800 മീറ്റർ ഉണ്ട്. ഇവിടുന്ന് നനഞ്ഞുകൊണ്ട് അതേ സമയം നിൽക്കാൻ പറ്റൂല. ഫുൾ ഡേ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലേ നനഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. മുമ്പേ കോട്ടിട്ടാൽ കുഴപ്പമില്ല. അത് തന്നെ. എവിടെയാണ് വണ്ടിയൊക്കെ ഉള്ളത്? ഇന്നാളെ ഞാൻ വന്നപ്പോൾ അവിടെയാണ് വെച്ചത്. ഇവിടെയാണ് വെച്ചത്. നാളെ GB പോട്ടെ. GB എന്ന് കൊടുത്തേ. ശരി, ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 75 രൂപ 26 പൈസയാണ് കിട്ടിയത്.
അടുത്ത ഓർഡർ അടിച്ചില്ല കേട്ടോ, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിക്കുമായിരിക്കും അങ്ങോട്ട് ചെല്ലുമ്പോൾ. നേരെ കുറങ്ങോണം വെച്ച് പിടിക്കാം. ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സുപ്രീം ബേക്കറിയാണ് കേട്ടോ. ഏകദേശം 1 മണിക്കൂറായി ആണ് ഓർഡർ അടിച്ചത്. ഓക്കെ, സുപ്രീം ബേക്കറിയാണ് ഓർഡർ അടിച്ചത്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, ഒരു 500 മീറ്റർ ഉള്ളായിരുന്നു. ഫുഡ് റെഡി നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ. ഫുഡ് റെഡിയില്ല. അടുത്ത് തന്നെ ഇടനിലക്കാരില്ലാതെ കരകൗശല ഇനത്തിൽ നിന്നും നേരിട്ട് വാങ്ങുന്നതിനുള്ള സുവർണ അവസരമാണ്. എങ്ങനെ എയർ പോവാൻ ഇല്ലേ പോവാൻ. ഇവിടെ വെച്ചു 4985 4955. ഐറ്റം എന്ന് പറയുന്നത് 2 ബട്ടർ ബൻ, ഇറ്റാലിയൻ ചിക്കൻ, സ്പാനിഷ് മഷ്റൂം പപ്സ്. ഏകദേശം കരമനയാണ് കൊടുക്കാനുള്ളത്. നേരെ വെച്ച് പിടിക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 5.4 കിലോമീറ്റർ ഉണ്ട്. നേരെ പോവാം. ഭയങ്കര വെയിൽ, ഫോണൊക്കെ ഓവർ ഹീറ്റായി. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കേട്ടോ, ഓവർ ഹീറ്റിൻ്റെ. കരമന മേലാനന്നൂർ ആണ് കൊടുക്കാനുള്ളത്. എന്നും മഴ, വെയിലാണ് എന്നും വെയിൽ. ഓ പഞ്ചറായി കേട്ടാ. ഒരു സൂപ്പർ ഫാസ്റ്റ് കൊടുക്കണം കേട്ടോ. ഫ്രണ്ട് ടയർ പഞ്ചറായി. പൊത്തോന റിമ്മ് തറ റോട്ടിൽ ഇടിച്ചു കിടക്കും. അപ്പോൾ ഇപ്പോൾ സൊമാറ്റോയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സൊമാറ്റോയിൽ നിന്ന് ടീം ലീഡർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പ് ലീഡർ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഇൻസെൻറ്റീവിൻ്റെ കുറവ് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും പോരായ്മകളുണ്ടോ, നിങ്ങളുടെ സജഷൻസ് എന്താണെന്നൊക്കെ എല്ലാം ചോദിച്ചു കേട്ടോ. ഞാൻ ഉള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോളാർ പാനലുണ്ട് കേട്ടോ. ബൈഫേഷ്യലാണെന്ന് തോന്നുന്നു കേട്ടോ. ബൈഫേഷ്യൽ സോളാർ പാനൽ, അതായത് ഫ്രണ്ടിലും ബാക്കിലും അടിയിലും മീതെയും മേളിലും താഴെയും പവർ കിട്ടും. സൂപ്പർ സാധനമാണ്, പുതിയ ഐറ്റമാണ് കേട്ടോ അത്. ആദ്യമൊക്കെ മോണോ പെർക്ക്, മോണോ ക്രിസ്റ്റല്, പോളി ക്രിസ്റ്റലൊക്കെ ഉള്ളതായിരുന്നു. പിന്നെ അത് ഹാഫ് കട്ടായി. പിന്നെ ഹാഫ് കട്ട് ബൈഫേഷ്യൽ ഹാഫ് കട്ടായി. എനിക്ക് ഇതിൻ്റെ കൂടെയൊക്കെ ഭയങ്കര താല്പര്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യമൊക്കെ കാണുമ്പം നമുക്ക് വലിയ ഇതായിട്ട് പറയണത് കേട്ടോ. ഗൈസ്, ഏതോ വണ്ടിയിൽ നിന്ന് ഫയർ എക്സ്റ്റിങ്ക്വിഷർ തറയും കേട്ടോ. ഇതെന്ത് ഇങ്ങനെ നടക്കണം? വണ്ടിയിൽ നിന്ന് അങ്ങനെ വീണയാണ് തോന്നുന്നു കേട്ടോ. വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് തെറിച്ച് വീണയാണ്. ഇത് ഇടിച്ചതാ, ഇവരാണ് സംഭവം എന്ന് അറിഞ്ഞതാ. ഇത് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞാണ് കേട്ടോ. എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്. ഇത് നിറയ്ക്കാൻ കൊണ്ടുപോകണതാണ് കേട്ടോ. നിറയ്ക്കാൻ കൊണ്ടുപോകണതാണ്. ഞാൻ നോക്കിയ ഫ്രണ്ടിൽ എന്തിനാ കുറ്റിയല്ലേ കിടക്കുന്നത്. ഇത് എന്തിനു തന്നെ നോക്കണേ. നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഒരു 100 മീറ്റർ കൂടെ ഉള്ളു. ഓണൊക്കെ മോശം.
നമ്പർ കൊടുത്തിട്ടില്ല. കസ്റ്റമറെ വിളിച്ചു നോക്കാം. ശരി, ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. $44.50 കിട്ടിയത്. പിന്നെ സെലക്ട് ഡ്രോപ്പ് കൊടുത്താൽ ഓർഡർ അടിക്കും. 2 മിനിറ്റിനുള്ളിൽ ഓർഡർ അടിക്കുമെന്നാണ് പറയണത്. നോക്കാം നമുക്ക്. 1:35 കേട്ടോ. 1:32. ഇന്ന് നമുക്ക് ലഞ്ചിൻ്റെ ഇൻസെൻറ്റീവ് ഇല്ല. ഇൻസെൻറ്റീവ് കൊടുത്തിട്ടില്ല. ടീം ലീഡറുടെ ഇതിപ്പോൾ വിളിച്ചപ്പോൾ ഞാനിത് പറഞ്ഞു കേട്ടോ. ഇന്നില്ലായിരുന്നു, ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ് അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഡബിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ? അല്ല, കേക്ക് സൂണാണ് കേട്ടോ. കേക്ക് സൂൺ എവിടെ? കുന്നുംപുറം വഞ്ചിയൂർ പാളയം എന്നാണ് വിളിച്ചത്. അങ്ങോട്ടോ ഓർഡർ അടിച്ചത്. ഞാൻ വിചാരിച്ച് ഈ ഭാഗത്തോട്ട് കരമന ആ ഭാഗത്തോട്ടായിരിക്കും ഓർഡർ അടിക്കുന്നത് കേട്ടോ. എന്തായാലും അങ്ങോട്ടാണ് ഓർഡർ അടിച്ചത്. ഇവിടുന്ന് 3.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇപ്പോഴൊന്നും അടയ്ക്കൂല അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. ഇത് റെയിൽവേ പാളം കാണുമ്പോഴേ എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര പോകാൻ തോന്നുന്നു. മുട്ടിഞ്ഞ ചൂട് കേട്ടോ. കാലൊക്കെ പൊള്ളുന്നു. രക്ഷയില്ലാത്ത ചൂട്. ഗൈസ് ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. സോറി, കേക്ക് സോൺ. ബൈ. 5194 ആയിട്ട് റെഡി കൊടുത്താൽ അതെ. ഔട്ട് ഓഫ് സ്റ്റോക്കാ? ഓർഡർ നെയ്യേ? ഓ, ഗൈസ് അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് കേട്ടോ. ശരി, ഇല്ല വേറെ ഒന്നുമില്ല. ഗൈസ് അപ്പം 1 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ. ഇപ്പോൾ പറയണത് ഓർഡർ ഇല്ല, ഐറ്റം ഔട്ട് ഓഫ് സ്റ്റോക്ക്. ഇപ്പോൾ റിവാർഡ് തന്ന് 30 രൂപ. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അടുത്ത ഓർഡർ അടിച്ചു കേട്ടോ. സ്വീറ്റ് ആൻഡ് സ്പൈസി റെസ്റ്റോറൻറ്റ്, ജനറൽ ഹോസ്പിറ്റൽ. 1.5 കിലോമീറ്റർ ഉണ്ട്. ഒരു ഉള്ളിയുടെ പൊതിഞ്ഞ് വരും. ചിക്കൻ കറിയാണെന്നല്ലേ? ചിക്കൻ കറി ബീഫ് എന്തിനാണ്? ഇത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ പറ്റില്ല കേട്ടോ. ഗൈസ് ഇപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഓർഡർ കൊടുക്കാം. അയ്യോ, ഇവിടെ തന്നെ കേട്ടോ. അവിടെ ഒന്നും കൊടുക്കാറില്ല. 2 ഓർഡർ ഉണ്ടായിരുന്നു. ഓ, അതാണ് താമസിച്ചത്. ഫസ്റ്റ് ലൊക്കേഷൻ തെറ്റി. ശരി, ഓക്കെ. ആ ഗൈസ് അപ്പം നമ്മളെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട്. നമ്മൾ നിൽക്കുന്നത് ഏണിക്കര കരോള ആ ഭാഗത്തോട്ടാണ്. ഈ നമുക്ക് ഇവിടുന്ന് 31 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഫ്രണ്ടിൽ പോണ ഒരു വണ്ടി കേട്ടോ. അതാണ്ട് ഈ കറുത്തൊരു ഡോക്ടർ എന്നൊരു സിമ്പിൾ ഒട്ടിച്ചിരിക്കുന്നു. ഭയങ്കര ഹാർണടി കേട്ടോ. വണ്ടികൾ റോഡ് പണി കിടക്കണോണ്ടേ തിരക്കായതുകൊണ്ട് വണ്ടി പെട്ടെന്ന് പോകില്ല. ഈ ആള് ബാക്കിൽ കിടന്ന് ഹാർണടിയെ പേടിച്ചു പോയി. ഞാൻ എൻ്റെ ബാക്കിൽ ഒന്ന് അടിച്ചു പേടിച്ചു പോയി.
ചിലപ്പോൾ അത്യാവശ്യമുള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് ആണടിക്കണോ? വണ്ടികൾ പോയാലേ പറ്റൂ, അല്ലാതെ പോകാൻ പറ്റൂലല്ലോ. ആനടിച്ച റോഡിന്റെ വീതി കൂടിയോടെ. എന്ത് ചെയ്യുമല്ലേ ആൾക്കാരിങ്ങനെ തുടങ്ങി. ഇതുകൊണ്ട വളവിലൊക്കെ കൊണ്ട് വെച്ച് ഹാനടിക്കേ എന്തേടേ കാണിക്കണേ? ചുമ്മാ ഹാനടിക്കുന്നേ. ഒരു വണ്ടി പോണ കേട്ടോ, സ്കൂൾ ബസ് പോണം. ഇയാൾക്ക് ഓവർടേക്ക് പറ്റൂലേ, പിന്നെ ഇയാൾ എന്തിനാ ഹാനടിക്കുന്നു? ചുമ്മാ ഹാനടിക്കുന്നു. ഇത് ചെയ്യുമെന്ന് നോക്കി. നമുക്ക് നമ്മളെ പഴയ വഴി കൂടെ അങ്ങ് പോവാം കേട്ടോ. ഞാൻ എന്നും ഒരു സഫാരിയില് പൊടി അടിച്ചട. പുതിയ വണ്ടി തന്നെ കേട്ടാ. അപ്പൊ ഗായ്സ് നമ്മൾ ഇതിലാണ് പോണേ. ഇതാണ് നമ്മളെ വഴി കേട്ടോ. ഇതാണ് നമ്മളെ വഴി. അയ്യോ ഓറണ്ട നോക്കാൻ സൂപ്പർ സാധനം കേട്ടോ. ഇത് കണ്ടോ എന്റെ മോനെ, ഇതെന്ത് വളച്ചൊക്കെ വെച്ചിക്കണം. ഇത് കണ്ട അടിപൊളി കേട്ടാ. ട്രെയിന് വളച്ചൊക്കെ വെച്ചിരിക്കുന്നു, വളച്ചു വെച്ചിരിക്കണം ട്രെയിൻ. വെള്ളം തീർന്ന് പാളീസായി. ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം കുടിക്കണം കേട്ടാ, തൊണ്ടയൊക്കെ വരണ്ട്. പത്ത് വയസ്സായി പുള്ളി കേട്ടൂല കേട്ടോ, പോയാ പോയി. പുള്ളിയുടെ മിസ്റ്റേക്കാണെന്ന് തോന്നുന്നത്, പെട്ടെന്നൊന്ന് കയറിയതാണ് തോന്നുന്നത് കേട്ടോ, അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ സംഭവം കഴിഞ്ഞ് എമ്മാര് വണ്ടി ഒന്ന് നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പോവാണ്. എടുക്കൂലേ, എടുത്തോണ്ട് പോടേ. പുള്ളിക്ക് 10 വയസ്സ് കിട്ടൂല കേട്ടോ, ഇടിച്ചളകി ഓണത്തേക്ക് ഇടിച്ചളകണം. പുള്ളിയാണ് റോങ് ആയിട്ടൊന്ന് കയറിയെന്നാണ് തോന്നുന്നത്. കാർ ഇങ്ങനെയാണ് കിടന്നത്. കൊല്ലം പാസ്റ്റ് വെഞ്ചറാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കുറച്ച് വാഴക്കെന്നല്ല, ഒരു വാഴക്കെന്ന് വാങ്ങിക്കണം. കുറച്ച് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഒരെണ്ണത്തിന്റെ കുറവുണ്ട്, അപ്പോൾ ഒരെണ്ണം വാങ്ങിക്കും. സമയം എന്ന് പറയണത് 4:07 ചേട്ടാ. അപ്പൊ വീട്ടിൽ എത്തുമ്പോൾ ഒരു 5 മണി കഴിയും, 5 മണിയാവും.
പിന്നെ രസകലി പൊടിപ്പുള്ള നോക്കിയത് ഒരെണ്ണം പോയി ഇങ്ങനെ. അപ്പൊ ഇത് മതി. ഒന്ന് ഇപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ സമയം ഇപ്പോൾ 5:30 കണ്ടായി ചേട്ടാ. 5:30-6 മണി കണ്ടായി ഗൈസ്. അപ്പം നമ്മൾ സൊമാറ്റോയിലാണ് ഓടിയത്. 323 രൂപ 66 പൈസ. 6 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5 ജിക്സും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം സൊമാറ്റോ രാവിലെ 7 to 9, പിന്നെ 10 ജിക്സ് കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഷാഡോ ഓടി. പിന്നെ 3 മണി കഴിഞ്ഞിട്ട് ഒരു ഓറും കൂടെ ഇതിലടിച്ചു കേട്ടോ, ഷാഡോ ഫിക്സിലടിച്ച്. ഷാഡോ ഫിക്സിൽ അത്യാവശ്യം ഓർഡർ കിട്ടി. ഷാഡോ ഫിക്സിൽ ടോട്ടൽ ഓടിയത് 180 രൂപ. 5 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 553 രൂപയാണ്. ഷാഡോ ഫിക്സും സൊമാറ്റോയും കൂടെ ചേർത്ത് 553 രൂപയാണ്. ഇന്ന് ഓർഡർ പൊതുവെ കുറവായിരുന്നു കേട്ടോ. രാവിലെ ഉണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം പാടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കട്ട്. മരിച്ചിനുണ്ട്, മീൻ കറിയാണ് ഗൈസ്. അപ്പോൾ കഴിച്ചിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം, പിന്നെ കുളിക്കണം കേട്ടോ. ഓക്കെ ബൈ. അടുത്ത വീഡിയോ ആയിട്ടാണോ.